എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിലിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സാദരം സ്വാഗതം. അങ്ങനെ മംഗലാപുരത്ത് അത് സംഭവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ കാലുകുത്തിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കാല് കുത്തിയാൽ കാല് വെട്ടിക്കളയും എന്നൊക്കെ ആരോ തമാശ പറഞ്ഞത് കേട്ടിട്ട് മുഖ്യമന്ത്രി ഓടിപ്പിടിച്ചാണ് അങ്ങോട്ട് പോയത്. പക്ഷേ തമാശയൊന്നും നടന്നില്ല. മുഖ്യമന്ത്രി അവിടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് തിരിച്ചു വന്നു. തമാശയ്ക്കാണെങ്കിലും കാല് കുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ചവരെ ആരെയും ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ പോലും കാണാനാവുന്നില്ല. എന്തായാലും പിണറായിയുടെ മംഗലാപുരം സന്ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉഴവൂർ വിജയന്റെ പ്രസംഗമാണ് ഓർമ്മ വരുന്നത്. ഇനി തടയാൻ വരുന്നവരോടുള്ള പിണറായിയുടെ പഞ്ച് ഡയലോഗാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം ഉൾപ്പെടുത്തി ഡബിൾ പഞ്ചിലാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. കർണാടക പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നതിന്റെ ഒരു പരിഭവം മാത്രമേ മുഖ്യന് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് RSSകാരോടും എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. നിങ്ങളെ നേരിട്ട് അറിയാത്തയാളുമല്ല. ആരെ? RSSനെ. അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എൻ്റെ ഇതേവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ട്. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളയുന്നാണ്. മധ്യപ്രദേശിലെ എൻ്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ്. അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ്. ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല. ഞാനതനുസരിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മംഗലാപുരത്ത് മുഖ്യമന്ത്രിയെ തടയാനുള്ള സർവ്വ പരിപാടികളും പൂർത്തിയായപ്പോഴാണ് കുമ്മനംജിക്ക് ബോധം ഉദിച്ചതെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണത്രേ തലേന്ന് രാത്രി തടയൽ തീരുമാനം മാറ്റാൻ കുമ്മനംജിയും കൂട്ടരും ഒരുങ്ങിയത്. മംഗലാപുരത്ത് കയറി കളിക്കാൻ ആർക്കും കഴിയും. ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരട്ടെ എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. ആവേശത്തിന് കയറി ഓരോന്ന് പറഞ്ഞ് അലങ്കോലമായാൽ അവസാനം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതി വരുമല്ലോ. നമ്മുടെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ അത്തരമൊരു അവസ്ഥയിലാണിപ്പോൾ. ആവേശത്തിന് മുഖ്യമന്ത്രിയെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ അഡ്രസ്സ് പോലും ഇപ്പോൾ കാണാനില്ല. മംഗലാപുരത്തല്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പിണറായി വിജയൻ കാലുകുത്താൻ അനുവദിക്കില്ല. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല കാര്യത്തിൽ. ഇന്ത്യയിലെ ഒരു ജില്ലയിലും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സംഘപരിവാർ തന്നെ കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്തിട്ട് യഥേഷ്ടം ഇന്ത്യയിൽ സഞ്ചരിക്കാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുകയാണെങ്കിൽ അതിൽ വ്യാമോഹമാണ്. കാലുകുത്തിക്കൂല ഞങ്ങൾ. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. എന്നുവെച്ചാൽ പിണറായി വിജയൻ മാത്രമല്ല, സീതാറാം യെച്ചൂരിക്കും ഡൽഹി കഴിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. ഈ വെള്ളരിക്ക പട്ടണമൊന്നുമല്ല ഇന്ത്യ. മധ്യപ്രദേശും മംഗലാപുരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് തടയാൻ നിന്നവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. തടയാൻ പോകുന്നതിന് മുൻപ് വെറുതെ ഡയലോഗ് അടിച്ച് പ്ലാനെല്ലാം കുളമാക്കുകയായിരുന്നു BJP നേതാക്കൾ എന്ന് പറയേണ്ടി വരും. ഗോപാലകൃഷ്ണനേക്കാളും നല്ല പറ്റിയ വേറെ ഒരാളുണ്ട്, നമ്മുടെ K. സുരേന്ദ്രൻജി. മംഗലാപുരത്ത് ആവേശം മൂത്ത് സുരേന്ദ്രൻജി പണ്ടത്തെ പാർട്ടി ചരിത്രമെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു കളഞ്ഞു. പണ്ട് കുത്തും കൊലയും നടത്തിയിട്ടുണ്ടെന്നും അതൊന്നും പുത്തരിയല്ലെന്നുമാണ് സുരേന്ദ്രൻജി വെച്ച് കാച്ചിക്കളഞ്ഞത്. BJPക്കും RSSനും കേരളത്തിൽ തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾക്കറിയുമല്ലോ, നളിൻജിയെ നിങ്ങൾക്ക് എല്ലാവരും അവിടെ അറിയാം. ഇപ്പോ 30 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 16% വോട്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത് 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്. ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ആരായാലും അവർക്കെതിരെ കർശനമായ നടപടി വേണം. BJP നേതാവ് സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തേ മതിയാകൂ. സുരേന്ദ്രൻജിയുടെ പ്രസംഗം പരിശോധിച്ച് വേണ്ട പരിഹാരക്രിയകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുണ്ട്.
ആൾക്കെതിരെ കേസെടുക്കണമെന്ന് 4 ഭാഗത്തു നിന്നും ആവശ്യവും ഉയരുകയാണ്. എന്തായാലും പുലിവാല് പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നിയമസഭ ലൈവായിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല രസമായിരിക്കും. ഇത്തവണ ഭരണപക്ഷത്തെ പൊരിക്കാൻ ഒരു പൾസറിനെയാണ് പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. പൾസറിനെ കോടതിയിൽ കയറി ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് വേദനിപ്പിച്ച പോലീസ് നടപടിയിലുള്ള വേദന പ്രതിപക്ഷം ഭരണപക്ഷത്തെ ധരിപ്പിച്ചു. മുഖ്യമന്ത്രി ഇതിനൊക്കെ മറുപടിയും കൊടുത്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന് അത്രയ്ക്ക് തൃപ്തിയാവാത്തതുകൊണ്ട് പിന്നീട് അങ്ങ് ബഹളമായി. അവസാനം ഇറങ്ങിപ്പോകാനുള്ള പരിപാടിയും പ്രതിപക്ഷം ഒപ്പിച്ചു. ഇവിടെ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു, സദാചാര പോലീസ് ഇവിടെ തേർവാഴ്ച നടത്തുന്നു, സ്ത്രീകളുടെ ജീവിതം തന്നെ കൂടുതൽ പ്രയാസപൂർണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ അവസരമില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ സഭയ്ക്കകത്തിരിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. കാര്യം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായില്ല. പ്രതിപക്ഷം ഇങ്ങനെ ഇറങ്ങിപ്പോയും ബഹളം വെച്ചുമൊക്കെയാണ് പൾസറിന്റെ അറസ്റ്റിലെ വേദന കടിച്ചമർത്തുന്നത്. അവർക്ക് ഇങ്ങനെ വേദന പങ്കുവയ്ക്കാൻ ഒരു നിയമസഭയെങ്കിലും ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ കുമ്മനംജിയുടെ സ്ഥിതി അതല്ല. അദ്ദേഹം വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ, വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പൾസർ ക്രൂരകൃത്യം ചെയ്ത പ്രതിയാണെന്നൊക്കെ കുമ്മനംജി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ പാവത്തെ പോലീസുകാർ അങ്ങനെ വലിച്ചിഴയ്ക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ വാദിക്കു വേണ്ടി മാത്രം വാദിക്കുന്നത് ശരിയല്ലല്ലോ. പാവപ്പെട്ട പീഡന പ്രതികളും മനുഷ്യരല്ലേ, അവരുടെ കാര്യം പിന്നെ ആര് നോക്കും? സ്വന്തം വീട്ടിൽ ഒരു പ്രശ്നം നടക്കുമ്പോഴാണ് നമ്മുടെ ഈ മനുഷ്യ സ്നേഹമൊക്കെ പമ്പ കിടക്കുക. അപ്പോ നമ്മളും നല്ല ഒന്നാം തരം പോലീസ് ചിന്തിച്ചിട്ടേ ഇല്ല. അത് സമയം വരുമ്പോൾ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് പാർട്ടി ആലോചിച്ച് തങ്ങൾ പറയും. അതാരെങ്കിലും ഒരാളായിരിക്കും. പിന്നെ അത് ഇപ്പൊ ചർച്ചാ വിഷയമല്ല, അത് ഇല്ല. അങ്ങനെ ഒരു വിഷയം പാർട്ടി അക്ഷരാർത്ഥത്തിൽ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. സ്ഥാനാർത്ഥി ആരാവണം, അതാ സമയം വരുമ്പോൾ പാർട്ടി ആലോചിച്ച്. പഴയ പോലെയല്ല, പണ്ട് തങ്ങൾക്കും മേലെയായിരുന്നു സായിബിന്റെ ഹോൾഡ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ചില ക്ഷുദ്രശക്തികളൊക്കെ സായിബിന് പാര വെക്കാനായി നടപ്പുണ്ട്. അതുകൊണ്ട് ഒരു നോട്ടം നല്ലതാണ്. പുതിയ ജനപക്ഷ പാർട്ടിയുമായി PC ജോർജ് രംഗത്ത് വന്നിട്ട് നാള് കുറച്ചേ ആയുള്ളൂ. ഇതാ PC തൻ്റെ ജനാധിപത്യം എല്ലാം പുറത്തെടുത്തു തുടങ്ങിയിട്ടുണ്ട്. MLA ഹോസ്റ്റലിലെ റൂമിൽ ചോറെത്തിക്കാൻ വൈകിയതിന് ഹോട്ടൽ ബോയിയോടാണത്രേ PC ജനാധിപത്യത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തത്. ഹോട്ടൽ തൊഴിലാളിയുടെ ചുണ്ടിൽ അത് ചോരയായി കാണാം. ഞാൻ ഇവിടെ കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്നു, ഇടയ്ക്കില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ കയറിയപ്പോൾ പുതിയ പയ്യന്മാരാണ് കൂടെ ഉള്ളത്. അവർക്കാർക്കും കറക്റ്റ് റൂമുകൾ അറിയത്തില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് വോട്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് തന്നു വിട്ടു. അപ്പോൾ ഞാനാണ് ഒറ്റയ്ക്കാണെന്ന് കൊണ്ടു കൊടുത്തത്. അപ്പോൾ ശാലം താമസിച്ചു പോയി. അതിനാണ് PC ജോർജ് സാറ് ആദ്യം ചീത്ത വിളിച്ചു. ഞാൻ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ എന്ന് ചോദിച്ചു അങ്ങോട്ട്. തിരക്കായതുകൊണ്ടാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ സാറ് അത് മൈൻഡ് ചെയ്യാതെ അടിക്കുകയും അത് കണ്ടുനിന്ന PA ഉപദ്രവിക്കുകയും ചെയ്തു. ശരിയെന്ന് പറഞ്ഞാൽ ഇവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളെ വിളിച്ച് ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്നു. പിന്നെ ഫോൺ കട്ട് ചെയ്ത് എൻ്റെ അടുത്താണ് ദേഷ്യപ്പെട്ടതും ചീത്ത വിളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലെന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും പുള്ളി അടിച്ചു. PC ജോർജിൻ്റെ PA സാർ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നീ ആർദ്ര സംസാരിക്കാമെന്ന് ചോദിച്ചുകൊണ്ടാണ് ബാക്കി. അത് ഞാൻ ചെന്ന് കയറിയത് എൻ്റെ മുമ്പേ വെച്ചാൽ ഫോണിൽ സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും കട്ട് ചെയ്ത് എന്നെയാണ്. അതായിരിക്കാം അരിച്ചപ്പെട്ട് ഇവിടെ നിന്നു, എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ ഫോൺ വെച്ച് നോക്കി, ഇവരിവിടെ നിൽക്കുക, എന്നെ നോക്കി. ചോറെടുത്തോട്ട് പോകണം, ഇതെന്താണ് ഇവിടെ കൊണ്ട് വെച്ച് ചെയ്യുന്നത് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ലേ, എടുത്തോട്ട് പോകണം. അവിടെ കറി കുറവാണ്, അവിടെ പറഞ്ഞുകൊണ്ടെന്ന് തോന്നി. കറി കുറവാന്ന് ഇവനെന്തിനാ എന്നോട് പറഞ്ഞു. ഇവന് പറഞ്ഞ കാര്യമുണ്ട്. അസഭ്യത വൃത്തികെട്ടമെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. അവൻ്റെ കൂടി വൃത്തിയുള്ളിടത്തേ ആയിരിക്കും അവൻ. എനിക്കവൻ വൃത്തികെട്ടവനായിട്ടാണ് തോന്നുന്നത്. അത് പറയാതിരിക്കാൻ പറ്റും. ഏതോ റൗഡി സംഘത്തിൽ ജനിച്ചവൻ. അവൻ്റെ കൊട്ടേഷൻ സംഘത്തിൻ്റെ മുഖം വന്നേ അവൻ്റെ മുഖം കണ്ടപ്പോൾ. സത്യം, നിങ്ങൾ അവൻ്റെ മുഖത്തോട്ട് നോക്കുക, അപ്പോൾ മനസ്സിലാവും. പിന്നെ നല്ല മസിലുള്ളവനാ, നല്ല മസിലും നല്ല ആരോഗ്യമുള്ളവനാ. അവൻ ഇവിടെ ജോലിക്ക് വരണവനല്ല, വേറെ വലിയ ജോലിക്ക് പോകണവൻ. പിന്നെ പലർക്കും കുശുമ്പുണ്ടാവും, പലർക്കും മനപ്രയാസമുണ്ട്. PC പറഞ്ഞ് ആ മനപ്രയാസമൊന്നും ഇങ്ങനെ ഇതുപോലൊരു 7-ാം കൂലിയെ വെച്ച് നമുക്കിട്ട് കൂട്ടത്തല്ലി വേണ്ട, അത് നടക്കുകയില്ല. അത്ര PC-ക്കെതിരെ ഈ തൊഴിലാളി പരാതി പറഞ്ഞിരിക്കുകയാണ്. പരാതി പറഞ്ഞിട്ട് ആര് മണി കെട്ടാനാണ് PC-ക്ക്? സ്പീക്കറോ? നല്ല കഥയായി.